ഒരു തീരുമാനമെടുത്തു. സ്വർണം പൊതിഞ്ഞ പാളിയെ പർപ്പസ്ഫുള്ളായിട്ട് ദൂരവ്യാപകമായ ഒരു വലിയ കോൺസ്പിറസി ഗൂഢാലോചനയുടെ ഭാഗമായി ആ സ്വർണ്ണപ്പാളിയെ ചെമ്പുമാളി എന്ന് റിക്കാർഡ് ഉണ്ടാക്കിയത് ഇവരാണ്. ഇവര് മിനിസ്റ്റർ എഴുതി. അത് പ്രകാരമാണ് കമ്മീഷനും അത് പ്രകാരമാണ് സെക്രട്ടറിയും ചെമ്പുപാളി എന്ന് എഴുതിയത്. അങ്ങനെ ചെമ്പുപാളി എന്ന് എഴുതിയിട്ട് ആ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയെടുത്ത് കൊണ്ടുപോയി കോടാനുകോടി രൂപക്ക് ഏതോ സ്വകാര്യ വ്യക്തിക്ക് വിറ്റ് കാശ് വാങ്ങി പുതിയ ദ്വാരപാലക ശില്പം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കി. അതിനകത്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത 2 ദ്വാരപാലകന്മാർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് ഇപ്പോൾ ദേവസ്വം ബോർഡ് കസ്റ്റഡിയിലുണ്ട്. ഒന്ന് ശ്രീകോവിലിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഒന്ന് സ്റ്റോക്ക് റൂമിൽ വെച്ചിരിക്കുന്നു. ഇതൊന്നും നിസ്സാരമായ കാര്യങ്ങളല്ല. അപ്പോൾ ഇതിന്റെ ഗുണഭോക്താവ്, ഈ പണം മുഴുവനും കേന്ദ്രീകരിച്ചത് കൊണ്ടുപോയി എത്തിച്ചത് ഇതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ശ്രീ പത്മകുമാറാണ്. അതുകൊണ്ട് പത്മകുമാറാണ് യഥാർത്ഥത്തിൽ 1ാം പ്രതി. മാത്രമല്ല ഇവരുടെ ഗൂഢാലോചനയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഈ ഗൂഢാലോചനയുടെ ഭാഗം 12 അമ്പലങ്ങളിലെ കൊടിമരങ്ങൾ സ്വർണം പൊതിയാൻ വേണ്ടി തീരുമാനം മാറ്റി ഇതേ തമിഴ്നാട്ടിലെ കമ്പനിയെ കൊണ്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യിക്കാനും തീരുമാനിച്ചു. അപ്പൊ ഇവര് നിസ്സാരക്കാരല്ല. വലിയ ഒരു അഴിമതി ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ കോടികൾ വെട്ടിപ്പുണ്ട്. ഈ കോടതി പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ഈ പ്രതിമ മോഷ്ടാക്കളുമായുള്ള ബന്ധത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് വളരെ നിർബന്ധമായ ഒരു കേസാണ്. 1ാം പ്രതിയായി തന്നെ പത്മകുമാരനെ മാറ്റി ഈ കേസ് രൂപപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒപ്പം തന്നെ കോൺഗ്രസ് ഇതിനു മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, പത്മകുമാർ മാത്രമല്ല അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ. കാരണം ദേവസ്വം മന്ത്രി വളരെ ഡയറക്റ്റ് ഇൻവോൾവ്ഡ് അല്ലേ ഇത്തരം എല്ലാ കാര്യങ്ങളിലും. അന്നത്തെ ദേവസ്വം മന്ത്രിക്കും അതെ ഇന്നത്തെ ദേവസ്വം മന്ത്രി. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് എന്താ, അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ സ്വർണ്ണപ്പാളിയിൽ കൊണ്ടുപോയത് ആരാണ് എന്ന്. ഇപ്പോൾ തെളിയാൻ പോവുകയാണ്. ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം അടർത്തിയെടുത്തത് മാത്രമല്ല പ്രശ്നം. അങ്ങനെ 100-500 ഗ്രാം സ്വർണം എടുത്തതല്ല കളവ്. ഈ പറഞ്ഞ ദ്വാരപാലക ശില്പം അങ്ങനെ തന്നെ വലിയ സമ്പത്തിന് വേണ്ടി വലിയ ബിസിനസ്സുകാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി വിറ്റ് കാശ് വാങ്ങിയിരിക്കുകയാണ്. അവിടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദിയുണ്ട് അജയ് തറയിൽ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്. മുൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു അജയ് തറയിൽ. അജയ് തറയിലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ